കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അർജുനെ തേടുന്നു. അർജുൻ യാത്ര ചെയ്ത ബെൻസ്, ഭാരത് ബെൻസിനെ പറ്റിയൊക്കെയുള്ള പല പ്രൊമോ വീഡിയോസ് വാർത്താ ചാനലുകളിലൂടെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാരത് ബെൻസിനെ കുറിച്ച് ഇവർ പറയുന്ന 7 ടൺ വെയിറ്റ് വന്നാലും അതങ്ങ് താങ്ങിക്കോളും, അകത്തിരിക്കുന്ന ആൾ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആരാണ്ട് കൈ കാണിക്കുന്നതിന് അവിടെ നിന്ന് ഞാനും കൈ കാണിച്ചു. എന്തിലാട്ടെ അതൊരു പെണ്ണുമ്പിള്ള, അവർ നമ്മളെയാണോ കൈ കാണിച്ചത്, അത് വേറെ ഭർത്താവിനെ ആയിരിക്കും. എന്തിലാട്ടെ. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ തലയിലോട്ട് വന്ന് വീണാലും കുഴപ്പമില്ലെന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. പക്ഷേ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സാധനം മണ്ണൊക്കെ കൂടി എത്രയോ 7 ടണ്ണൊന്നും ആയിരിക്കത്തില്ല. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അമങ്ങിപ്പോവും. പിന്നെ ഇതിനകത്ത് 10 ദിവസം താമസിക്കാം, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഭാരത് ബെൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു ഓണർ, ഭാരത് ബെൻസ് സ്വന്തം മേടിച്ച് ഇത് ഓടിച്ച് നടക്കുന്ന ഒരാളെ കണ്ടു. അപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനൊന്നും അല്ലെന്നാ. എന്താണ് നിങ്ങൾ അങ്ങനെ പറയാനുണ്ടായ കാരണം? പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന വീഡിയോ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാം. അങ്ങനെ പ്ലേ ചെയ്ത് പിന്നെ അതിന് കോപ്പറേറ്റ് അടിക്കും. അതിന് കോപ്പറേറ്റ് അടിക്കുമോ? ആര് പറയുന്ന? ഇത് റിപ്പോർട്ടർ ചാനലിൽ പറയുന്നതാണ്. എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഇതിന്റെ മേളിൽ 7 ടൺ ഭാരം ഉള്ള കല്ല് വന്ന് വീണാലും കുഴപ്പമില്ല. അതുപോലെ സൈഡിൽ അങ്ങോട്ട് 1.5 ടൺ ഭാരമുള്ള കല്ല് വന്ന് അടിച്ചാലും കുഴപ്പമില്ല. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ്. ഈ ഫിസിക്സ് പിന്നെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതല്ല, ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്ന ആളാണ്. ഇതിന്റെ മണ്ടയ്ക്ക് കയറി നമ്മളിങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ പടപ്പെടും ശബ്ദം കേൾക്കാം. ഈ സാധനത്തിന് മണ്ടക്കാണ് 7 ടൺ വെയിറ്റ് വന്നത്. ഞാൻ ഇവർ പറയുന്നത് ഡീബങ്ക് ചെയ്യുന്നില്ല. ഞാൻ ഇവർ പറയുന്നതിന് ഞാൻ ഒരിക്കലും ഒരു കാര്യമുണ്ട്, 7 ടൺ ഭാരം എനിക്ക് തോന്നുന്നു അവത്തെ മൊത്തം എടുത്ത് വെക്കാവുന്ന ലോഡായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ദേശം. എനിക്കതറിയില്ല. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. 7 ടൺ ഭാരമുള്ള കല്ല് വന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതിന്റെ സ്പെക്കിനകത്ത് അത് വല്ലതും ഉണ്ട്? 7 ടൺ ഭാരം വരെ വലിച്ചോണ്ട് പോകുന്നോ? ടോട്ടൽ വെയിറ്റ് എത്രയാ വണ്ടി? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് GVW എന്ന് പറയുന്നത് 35 ടണ്ണാണ്. 35 ടണ്ണാണ്. 35 ടണ്ണാണ് GVW. പിന്നെ 5% ഇതിന്റെ പിന്നെ ഒരു കോമ്പൻസേഷൻ ഒക്കെ വിട്ട് 36.5 ടണ്ണ് 37 ടണ്ണ് വരെയൊക്കെ നമുക്ക് അതിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം. 37 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉൾപ്പെടെയുള്ള വെയിറ്റ്. 37 ടണ്ണ്. ഇനി 7 ടൺ ഭാരമാണോ വണ്ടിയുടെ പണി? അങ്ങനെയല്ല, എന്തോ ആണോ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്? അപ്പൊ 7 ടൺ ഭാരം എന്താണെങ്കിലും പോട്ടെ. ഇത് ഇല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഈ 7 ടൺ ഭാരം പിന്നെ കല്ല് അതിന്റെ മണ്ടയ്ക്ക് പിന്നെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യുമായിരിക്കും, അത് താങ്ങിച്ചോളുമായിരിക്കും. ഞാൻ ചോദിക്കും, അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 7 ടൺ ഭാരമുള്ള കല്ല് വന്ന് വീണാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. 1.5 ടൺ ഭാരമുള്ള കല്ല് സൈഡിൽ വന്നടിച്ചാലും ഒന്നും സംഭവിക്കും. ഈ വന്നടിക്കാന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഈ സാധനം ഒരു ഡിസ്റ്റൻസിൽ നിന്ന് പിന്നെ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്താൽ വരുന്നത്. അപ്പം ഞാൻ നമ്മുടെ പിന്നെ വാട്സാപ്പിൽ ഇപ്പം മെറ്റ വന്നിട്ടുണ്ടല്ലോ, മെറ്റയോട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്താണ് സംഭവം, ഇതെങ്ങനെയാണ്. അതായത് 7 ടൺ വന്നാലും മെറ്റയോട് ഒന്ന് ചോദിക്കുന്ന നല്ലതായിരിക്കും. പണ്ട് ഞാൻ ഗൂഗിളിനോടാണ് ചോദിച്ചത്, ഇതിന് മെറ്റയോട് ചോദിക്കുന്നതായിരിക്കും അല്ലേ? കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്നു. ഗൂഗിളിൽ തപ്പുന്ന പോലെ തപ്പണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ 7 ടൺ എന്ന് പറഞ്ഞാൽ 7000 കിലോ ഞാൻ ചോദിച്ചതാണ്. 7000 kilograms ഓഫ് റോക്ക് റോളിംഗ് ഡൗൺ ഫ്രം ദ ഹൈറ്റ് ഓഫ് 2 മീറ്റർ. 2 മീറ്റർ ദൂരത്തുനിന്ന് മാത്രമാണ്. 2 മീറ്റർ ആൻഡ് ഹിറ്റിംഗ് ഓൺ എ വാൾ. ഹിറ്റിംഗ് ഓൺ എ വാൾ സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോറിയുടെ മണ്ടയ്ക്ക് വന്ന് വീഴുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. വാട്ട് ഈസ് ദ എഫക്റ്റീവ് ഫോഴ്സ് ഫെൽറ്റ് ഇൻ ദ വാൾ? അതിൻ്റെ മണ്ടയ്ക്ക് എഫക്റ്റീവ് ഫോഴ്സ് മെറ്റ തന്ന ഉത്തരവെന്ന് പറയുന്നത് 13,73,400 ന്യൂട്ടൺ മീറ്റർ. എനിക്ക് അത്ര കൃത്യം മനസ്സിലായി. ഈ ന്യൂട്ടൺ മീറ്ററിന് കിലോഗ്രാമിനെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,39,740 കിലോഗ്രാം. അതായത് വന്ന് ഇടിക്കുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ് ഫോഴ്സാണ്. ഇതിനെ നമ്മൾ ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 1000 കൊണ്ട് 139 ടണ്ണ്. 139 ടണ്ണ്. ഞാൻ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക മീഡിയക്കാർ. അർജുൻ പ്രതീക്ഷ എന്റെ വണ്ടി ഞാൻ കൊടുക്കാം. ഈ 139 ടണ്ണ് 139 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ മനുഷ്യന്റെ ഈ ഒരു പിന്നെ തലച്ചോറിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് വലിയ നമ്പറുകളെ പിന്നെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കാൽക്കുലേഷന് വേണ്ടി ഞാൻ പറയാം. കാൽക്കുലേഷന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ ആനയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 5500 കിലോയാണ്. അപ്പൊ കണക്ക് കൂട്ടി നോക്കുക, 25 ആഫ്രിക്കൻ ആനകളെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് താങ്ങിക്കോളൂ എന്ന് പറയുന്നത്. ഞാൻ ആനയും കൂടെ ആഫ്രിക്കൻ വേണ്ട, ഇന്ത്യൻ ഞാൻ തരാം. മണ്ടയ്ക്ക് നിങ്ങൾ വെച്ചിട്ട് ഈ സാധനം താങ്ങി തന്നാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ
അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇത്രയും മണ്ണിടിച്ചിലിന് ചെറിയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, ഇത് വരുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോരം വെയിറ്റാ, അതിനകത്ത് എത്ര ടൺ ഉണ്ടാവുക വെയിറ്റ് എന്ന് ആർക്കറിയാം. കുറേ മണ്ണ് വന്നിട്ട് അങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഇത് പതുങ്ങിപ്പോവും. ഇത് പ്രശ്നം ഇത് മണ്ണിന്റെ വെയിറ്റ് അല്ല, ഒരിടത്ത് ഇരിക്കുന്ന സാധനം വെയിറ്റ് അത്ര പ്രശ്നമില്ല. പക്ഷേ ഈ സാധനം മൂവിങ്ങിലിരിക്കുമ്പോൾ അതിന്റെ സ്പീഡും അതിനനുസരിച്ച് നോക്കണം. വന്നത് നിങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ഉരുണ്ടാൽ ഒരു വെയിറ്റ് അതിന്റെ എഫക്ട് വേറെയാണ്. കുറച്ച് സ്പീഡിൽ വന്നടിച്ചാൽ അത് തെറിച്ചു പോകും. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ് പഠിക്കുന്ന പിള്ളേരോട് ഈ അവർ പറഞ്ഞ 7 ടൺ വെയിറ്റ് ഇത്രയും മണ്ണടിച്ച് വരുമ്പോൾ ഇവർ പറയുന്ന പോലെ ഇയാൾ ഒരിക്കലും സുരക്ഷിതനല്ലെന്നുള്ള കാര്യം അതിന് ഈ ചില്ല് പൊട്ടത്തില്ല. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം അല്ലേ, ചില്ല് പൊട്ടത്തില്ലേ? ചില്ല് പൊട്ടി ഇതിനകത്ത് എന്താ വന്ന് അറിയുന്നത്? മണ്ണ്. അങ്ങനെ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം വെച്ചുകൊണ്ട് 10 ദിവസം വാർത്ത സൃഷ്ടിച്ച് പ്രതീക്ഷയോടെ ഏതോ ഒരു ടൈറ്റിലാണ് അർജുൻ സുരക്ഷിതൻ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, സുരക്ഷിതൻ എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനും വേണ്ടും അക്ഷരാഭ്യാസം ഇല്ലാത്തല്ല എന്തോ പഠിച്ചത്, സുരക്ഷിതനോ എന്ന് എഴുതി ക്വസ്റ്റ്യൻ ഇടാം. അതെ, ഇത് സുരക്ഷിതൻ എന്ന് എഴുതിയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്തിരി തെണ്ടിത്തരൊക്കെ കാണിച്ച് ഇങ്ങനെ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനിപ്പം നാഷണൽ പെർമിറ്റ് ഓടുന്ന ആളാണ്. ഞാൻ ഇതിനകത്ത് ഇവർ പറഞ്ഞത് 2 ദിവസം 3 ദിവസം അങ്ങോട്ട് താമസിക്കാമെന്ന്. ഇതിനകത്ത് സുഖം ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താമസിക്കാമെന്ന്. ഞാൻ രാത്രി 10 മണിക്ക് കിടന്നിട്ട് വെളുപ്പിനെ 6 മണി 5 മണിക്ക് എഴുന്നേക്കുന്ന ആളായി വണ്ടിക്കകത്ത്. പല സ്ഥലത്തും നമുക്ക് പോയിട്ട് ഗ്ലാസ് തുറന്നിടാൻ പറ്റത്തില്ല. ഇവരെന്ത് ബോധം കിടത്താനുള്ള സ്പ്രേ അടിച്ചും വെച്ച് ഇത് ഗ്ലാസ് ഒക്കെ വലിച്ചു പൊടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ അങ്ങനെ പ്രശ്നമുള്ളത്? കർണാടകയിൽ പല സ്ഥലത്തും പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഈ ശിരൂര് ആ റൂട്ടിലൊക്കെ പ്രശ്നമുള്ള ഏരിയ. അപ്പൊ ആ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. വണ്ടി എടുക്കാൻ ആളില്ലെന്നേ ഉള്ളൂ കേട്ടോ. വണ്ടി പൂട്ടി അയച്ചിട്ട് തുറന്നിട്ട് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാർ. പക്ഷേ ഒരു അപകടം സംഭവിച്ചാൽ ആരും വരാനില്ല. 6-7 മാസം മുന്നാണ് ഞാൻ ബെല്ലാരി ഓടുന്ന ചെല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിസ്സാര പൈസയ്ക്ക് വേണ്ടി ഡ്രൈവറെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കി ഡോറ ഇട്ടു. ഞാൻ പറയുന്നത് പ്രശ്നമുള്ള ഏരിയ. ഒരു തോക്കൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുമോ? ഫയർആംസ് കൈ വെച്ചെന്ന് പറഞ്ഞു പിന്നെ അതിന് അല്ലേ തന്നെ ഡ്രൈവറായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അല്ല, ലൈസൻസ് ഉള്ള കണ്ണ് ആവശ്യം. ഒരാളെ കെട്ടി തൂക്കി കൊല്ലുന്നുണ്ട്. ലൈഫ് നമ്മുടെ എല്ലാവരുടെയും ജീവൻ ഒരേ വിലയല്ലേ ഉള്ളൂ. ഇത് അമേരിക്ക ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനല്ല. ഇവിടെ ഡ്രൈവർ ആയതുകൊണ്ടാണ് അധികം തിരിഞ്ഞു നോക്കാഞ്ഞെന്ന് വരെ കമന്റ് ഉണ്ട്. അതൊരു വാസ്തവമാണ്. സത്യം. അതൊരു വാസ്തവമാണ്. അല്ല, ഞാൻ പറയുന്നതല്ല. ഇവര് പറയുന്ന 3 ദിവസം വരെ ജീവിക്കാൻ പറ്റും. ഞാൻ രാത്രി 10 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്. 6 മണിക്ക് എഴുന്നേറ്റ് സകല ഡോറും തുറന്നിട്ട് കുറച്ചു നേരം എഴുന്നേറ്റിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സകലബോധം വരത്തുള്ളൂ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇച്ചിരി സയൻസ് അതിനകത്ത് പറയാം. ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു ദിവസം 1/2 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ മീഥേൻ ഗ്യാസ് എമിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വളി വിടും. മീഥേൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറിയാം. അതേപോലെ നമ്മൾ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ശ്വസിച്ച് വെളിയിലോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഇത് ചെറിയൊരു വോളിയത്തിനകത്താണ് ഈ സാധനം തിങ്ങി നിറയും. എടീ, നീ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡിൻ്റെ കാര്യം വിട്, നീ അത് വിട്. എടീ, 1.5 ലിറ്റർ ഒരു ദിവസം 1.5 ലിറ്റർ വേണ്ട, ആവറേജ് 1 ലിറ്റർ എടുക്കാം. 1 ലിറ്റർ മീഥേൻ ഗ്യാസ് എമിറ്റ് അറിഞ്ഞോ അറിയാതെ നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന ചെറിയ ട്യൂബിനകത്ത് ഈ മീഥേനെ ശ്വസിച്ചുകൊണ്ട് നീ 3 ദിവസം 2 ദിവസം 3 ദിവസം താമസിക്കും. അതായത് ഫുൾ ടൈം, അതായത് 24/3 താമസിക്കും എന്നുള്ളത് ഞാൻ കയറിയിരിക്കുക അതിനകത്ത്. നീ മണ്ണും മൂടിയിട്ട് ഞാൻ കയറിയിരിക്കുക അതിനകത്ത്. എന്റെ വണ്ടിക്കകത്ത് ഞാൻ പറയട്ടെ, ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ പറയാം അവരുടെ അടുത്ത്, ഈ പറയുന്ന 4 ദിവസം 3 ദിവസം ഇവർ പറയുന്ന ദിവസം ഞാൻ അതിനകത്ത് കയറിയിരിക്കാം. നിങ്ങൾ കുറച്ച് ഭക്ഷണമോ സ്നാക്സോ, ഞാനാണെങ്കിൽ കുപ്പി തന്നാൽ മതി, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഞാൻ അതിനകത്ത് വെച്ചോളാം. അതേപോലെ നിങ്ങൾ എനിക്ക് കുറച്ച് സ്നാക്സും പിന്നെ കവറൊക്കെ തന്നാൽ മതി, നമ്മൾ രണ്ടൊക്കെ സാധിച്ചു നമ്മൾ അതിനകത്ത് കെട്ടിയൊക്കെ വെച്ചോളാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ 3 ദിവസം കഴിഞ്ഞ് എന്നെ ജീവനോടെ പുറത്തെടുക്കണം. അതെ, ഇത്ര ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ മരിച്ചു പോയാൽ കണ്ടന്റ് ആക്കുന്നവർ ഒരു 6 ദിവസം ചർച്ച ചെയ്യും. എന്നിട്ട് അത് പിന്നെ മറ്റേ ഇവന് സംഭവിച്ച പോലെ ഏതോ ഒരു ഇസ്രായേലിൽ നിന്ന് ഒരാൾ അയാൾ സ്വമേധ അവിടെ എത്തുന്നുണ്ട്, അയാളുടെ അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് അവസാനം മീഡിയക്കാരില്ല, ഇവന്മാർ തന്നെ അവന്റെ വായി കൊണ്ട് മൈക്ക് കുത്തി അനാവശ്യം എല്ലാം പറയിച്ചത്. അല്ലാതെ അവിടെ വന്ന റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സുമായിട്ടൊന്നും അധികം ചർച്ചയൊന്നും ഇല്ല. എന്നിട്ട് ഇവര് തന്നെ ലാസ്റ്റ് തിരിച്ചടിച്ചു. അവർ പറയും അവൻ എന്തോ പുലമ്പുകയാണെന്ന്. അപ്പൊ ഇവരെന്തോ പുലമ്പിയത് ഇവർക്ക് അറിയത്തില്ല. പുലമ്പല് കണ്ടാൽ ഇതിനകത്ത് ഞാൻ വീഡിയോ ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ഒരു അറ്റ് ഗ്ലാൻസ് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പ്യുവർ മാർക്കറ്റിംഗ് ആണ്. അത്ര നടക്കുന്നു. ഇവർ പറയുന്നതിനകത്തിൽ, ഈ ഭാരത് ബെൻസ് പറയുന്നതിനകത്തിൽ ഈ ഫ്യൂൽ എഫിഷ്യന്റ് ആണോ ഈ പറഞ്ഞ പോലെ? ഫ്യൂൽ എഫിഷ്യന്റ് ആയിരുന്നെങ്കിൽ എന്റെ വണ്ടി ഇപ്പം 3 EMI മുടങ്ങി ഇൻഷുറൻസ് എടുക്കാൻ പറ്റാതെ 30-ാം തീയതി മറ്റന്നാളെ ഇൻഷുറൻസ് തീരുകയാണ്. ഇൻഷുറൻസ് എടുക്കാൻ 1 രൂപ മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോ ഞാൻ അവരെത്ര പറഞ്ഞത് എത്ര കിട്ടുന്നുണ്ട്? അവർ പറഞ്ഞ ആദ്യം പറഞ്ഞു 3.5 കിട്ടുമെന്നാണ് പറഞ്ഞത്. ഈ അടുത്തിടയ്ക്കാണെങ്കിൽ ഞാൻ മൈലേജ് ഒക്കെ ഭയങ്കര മോശമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പം ഏകദേശം ഒരു 6-7 പ്രാവശ്യം ഞാനിത് മൈലേജ് പണിയാൻ വേണ്ടി കയറ്റി. മനസ്സിലായി, 6-7 പ്രാവശ്യം കയറ്റി. എനിക്ക് ആകെപ്പാടെ മൈലേജ് കിട്ടിയത് ഒരു 3 ട്രിപ്പിലാണ്. ഫസ്റ്റ് സർവീസിന് മുന്നുള്ള 3 ട്രിപ്പിനും ഒരു 3.6 3.7 ആ ലെവലിൽ മൈലേജ് കിട്ടി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് മൈലേജ് പോക്ക് പോയിട്ട് 2.6 2.7 മേപ്പോട്ട് മൈലേജ് വന്നിട്ടില്ല. നമ്മൾ ശമ്പളം പോലും എടുക്കാതെ ഓടിയിട്ടാണ് നമ്മൾ ഇത്ര നാൾ EMI അടച്ചുകൊണ്ടിരുന്നത്.
ഓട്ടം ഒരു ശകലം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് EMI അടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്നു. ഓ മനസ്സിലായി? ഇവർക്ക് കറക്റ്റ് ഇപ്പം 7 പ്രാവശ്യം ഒരേ സെയിം കാര്യത്തിന് ഓയിൽ ലീക്ക്, മൈലേജ് പ്രോബ്ലം, ഒരേ കാര്യത്തിന് 7 പ്രാവശ്യം 6 പ്രാവശ്യം 7 പ്രാവശ്യം കയറ്റിയിട്ട് ഇവർക്ക് നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കാൻ കൺസ്യൂമർ കോർട്ട് കേസ് പോയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വലിയ വലിയ കമ്പനികളാണ്. ആയിക്കോട്ടെ. ഇന്ത്യയിൽ ഈ പറയുന്ന കൺസ്യൂമർ കോർട്ട് പിന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇൻഷുറൻസ് കേസ് കടന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്നതിനകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇളവ് കിട്ടാൻ സാധ്യതയില്ലേ? അല്ല, അതിങ്ങനെ മുടങ്ങി പോയാൽ നമുക്കൊരു ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ അതിന് നമുക്ക് അന്നേരത്തേക്ക് നമ്മുടെ സിവിൽ സ്കോറും കാര്യങ്ങളും എല്ലാം ഡൗൺ ആയി. പിന്നെ സിവിൽ സ്കോർ ഡൗൺ ആവുന്ന പോലെ അല്ലല്ലോ മറ്റേത്. അതൊരെണ്ണം കൊടുത്തിട്ടേക്ക് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, അത് വെച്ചിട്ട് ബാക്കി ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ഒരുപക്ഷെ ചെയ്യാം. ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പം നിലവിൽ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാം കേട്ടോ. നമുക്ക് ഏതെങ്കിലും അഡ്വക്കേറ്റ് നല്ല കൊള്ളാൻ അഡ്വക്കേറ്റിനോട് ചോദിക്കാം. ഇത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ പണിയെടുക്കാതിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നതല്ല. അല്ലല്ല, നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഈ സാധനത്തിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് അതാണ് മെയിൻ. ഇത് താനും ഡ്രൈവർ മാത്രമാ അല്ലേ? അപ്പൊ അവര് അതും ചെറിയ കമ്പനി അല്ല. ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ആകപ്പാടെ ബെൻസ് പോലത്തെ വലിയൊരു കമ്പനി ഓഫർ ചെയ്ത സാധനം നടക്കുന്നില്ല, പിന്നെ അത് കേസാക്കാതിരിക്കുന്നത്. അല്ല, ബെൻസ് വലിയ കമ്പനിയാണെന്ന് അവർ പറയുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന കേരളത്തിലാണ് ഞാൻ പിന്നെ കേരളത്തിന് പുറത്ത് പോകുന്ന ആളാണ്. ഈ കേരളത്തിലാണ് ഈ പറയുന്ന പിന്നെ ബെൻസ് എന്ന് പറയുന്നത്. കേരളത്തിന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 50 വണ്ടിക്ക് മേപ്പോട്ടുള്ള ഒരു മാസ് പർച്ചേസിങ്ങിലും ഈ പറയുന്ന വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നില്ല. ടാറ്റ, ഐഷർ, പിന്നെ ലേലാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന ഇത്രയും ഫ്യൂൽ എഫിഷ്യന്റ് ഉള്ള വണ്ടിയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ തന്നെയുള്ള ഇപ്പൊ തൃശ്ശൂരുള്ള കമ്പനിയും പിന്നെ അതേപോലെ തന്നെ പിന്നെ പല കമ്പനികളും ഞാനിപ്പോ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ ഇപ്പൊ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ പിന്നെ ഭാരത് ബെൻസിന്റെ വണ്ടി പ്രോപ്പറായിട്ട് പിന്നെ സർവീസ് ചെയ്ത് കൊടുക്കാത്തതിന്റെ പേരിൽ അവരുടെ ആ ഭാരത് ബെൻസിന്റെ കംപ്ലീറ്റ് വണ്ടികൾ ഫ്ലീറ്റ് തന്നെ അവർ ഒഴിവാക്കിയിട്ട് അവർ ഐഷറിലോട്ട് മാറി. മാറും അല്ലേ? ആ ഫ്ലീറ്റ് തന്നെ ഭാരത് ബെൻസിന്റെ കംപ്ലീറ്റ് ഫ്ലീറ്റ് തന്നെ അവർ ഒഴിവാക്കി. ഓ, അപ്പൊ ഇതിനകത്തൊന്ന് മനസ്സിലാക്കുന്നത് ഈ വണ്ടി എടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ജീവിക്കാനാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ട് കാര്യമില്ല. ഇത് ഞാൻ മനസ്സിലാക്കി സ്റ്റൈലിലാണ് ബെൻസ് കൊണ്ട് നടക്കുന്നത്. ഈ മറ്റേ കോടീശ്വരന്മാർ ബെൻസ് മേടിച്ചിട്ട് അതിനകത്ത് നമ്മൾ പണ്ട് ആന മേടിച്ച് വീട്ടിൽ നിർത്തിയിരുന്ന ഒരു പ്രയോജനമില്ല. ബെൻസ് അല്ലാതെ ലക്ഷറിക്ക് ഉപയോഗിക്കാൻ കൊള്ളാം കേട്ടോ. ബെൻസ് കണ്ടാൽ അത് ഓർത്തോണം കേട്ടോ. ആ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലാതെ പിന്നെ ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണെങ്കിൽ ടൊയോട്ട മറ്റേ ഇത് മേടിക്കുക അല്ലേ? അടുത്തിടയ്ക്ക് ഏതോ ഒരു ടാക്സി ഓടിക്കാനാണ്. ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു ബിസിനസ്സുകാരനാണ് വോൾവോയുടെ ട്രക്ക് മേടിച്ചിട്ട് പുള്ളിയുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അതിനൊക്കെ കൊള്ളാം. അതിനൊക്കെ വേണേ കൊള്ളാം. അല്ലാതെ ഇതുകൊണ്ട് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ട്രക്കിനകത്ത് വരെ ബ്രാൻഡ് വാല്യൂ അത് നടക്കത്തില്ല. പിന്നെ എന്തോ അതിന് ഈ ഓയിൽ ലീക്ക് എന്ന് പ്രശ്നം മറ്റു വണ്ടികൾക്കുള്ളതായിട്ട് നിങ്ങൾക്ക് വല്ലവരും ഉണ്ടോ? ഈ ഒരു വണ്ടിക്ക് മാത്രമാണ് അല്ലല്ലോ. ഞാൻ മറ്റു വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് 6-7 പ്രാവശ്യമൊക്കെ ഒരേ കംപ്ലൈൻറ്റിന് ഈ വണ്ടികളൊന്നും ഞാൻ ഷോറൂമിൽ കയറിയിട്ടില്ല. മൈലേജ് ഇഷ്യൂ ഫസ്റ്റ് വന്നു, സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രൈവറെ വിടും. ഇമാരുടെ സർവീസും മോശം അല്ലേ? സർവീസ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു മാരുതി 800 സെക്കൻഡ് ഹാൻഡ് മേടിച്ച് ഒരു 65,000 രൂപ 70,000 രൂപ നമ്മൾ സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുന്ന സാർ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്നു. സാർ ഇതാണ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സാർ വിളിയൊക്കെ ഉണ്ട്. ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബില്ലടച്ചിട്ട് വണ്ടി അവിടെ കിടപ്പുണ്ട്, വേണേ പോയിട്ടോളാം. നല്ല സർവീസാണല്ലോ. ഇടീ 40-47 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചിട്ട് വന്ന സർവീസിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വേണേ പോയി അപ്പുറത്ത് കിടപ്പുണ്ട്, വേണേ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ 100,000 വണ്ടി അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുക്കാൻ. എന്നിട്ട് പിന്നെ ഇവിടെ എടുക്കുന്നുണ്ട് ആൾക്കാരല്ലേ? അറിയാതെ പറ്റുന്ന പണി കിട്ടുന്നതായിരിക്കും. ഇത് ബെൻസാന്നൊക്കെ പറഞ്ഞ് ആടി വീഴുന്നതല്ല. ഇങ്ങനെയാണല്ലോ മാർക്കറ്റ് ചെയ്യുന്നത്. ടാറ്റ നല്ലതാണ്, അശോക് ലൈലാൻഡ് നല്ല ഐശ്വര്യ അല്ലേ? എനിക്ക് ടാറ്റ അശോക് ലൈലാൻഡ് ഒക്കെ ലോകത്ത് എല്ലായിടത്തും കൊണ്ട് ഓടിക്കുന്നുണ്ട്. ടാറ്റ ഇന്ത്യക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് പിന്നെ പോകുന്ന സാധനമാണ്. അതേപോലെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് നേരത്തെ അറിയത്തില്ല. ഇത് നമ്മൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പൊക്കി വെച്ചേക്കുക, നമുക്ക് അറിയില്ല. നമ്മൾ പിന്നെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുള്ളൂ പറയാം. ഇനി ഒരാൾക്ക് ഈ ഗതി ഉണ്ടാവരുത്. ഏത് ബെൻസ് എടുത്തോണ്ട് പോടാ. ജീവിക്കാനാണെങ്കിൽ മെനക്കെടുത്താനായിട്ട് ഓരോ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് അവൻ വലിയ മാർക്കറ്റിംഗ് ഉണ്ടാക്കും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, മാർക്കറ്റ് ചെയ്യുന്നത് അല്ല എനിക്കാണെങ്കിൽ ഇതാണ് യഥാർത്ഥ റിവ്യൂ. ഭാരത് ബെൻസിന്റെ യഥാർത്ഥ റിവ്യൂ കാണ്. അല്ല ഇയാളുടെ കംപ്ലൈന്റ് അവർ ശരിയാക്കി കൊടുക്കുന്നൊന്ന് കാണട്ടെ, അത് നോക്ക്. കംപ്ലൈന്റ് ശരിയാക്കി തരുന്നത് പോട്ടെ, എവരി പറയുന്ന ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് വെഹിക്കിൾ എന്ന് അവർ പറയുന്നു. ഇവരെല്ലാ വണ്ടിയുടെ ടാറ്റയ്ക്കൊക്കെ എന്തോ ഒരു മൈലേജ് ഉണ്ട് ഇതേ ടൈപ്പ് വെഹിക്കിളിന്. ടാറ്റയ്ക്ക് എൻ്റെ കൂടെ ഓടിയ വണ്ടിക്ക് ഞാൻ അണ്ടർലോഡ് പിന്നെ 16-17 ടൺ എടുത്തുകൊണ്ട് ഞാൻ പോയപ്പോൾ എനിക്ക് പരമാവധി കിട്ടിയ മൈലേജ്, അത് ടോപ്പ് ആൻഡ് ടോപ്പ് റോഡിലാണ് ഓടിയത്, 1130 കിലോമീറ്റർ ഓടി. ഇപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് 3.4, ടാറ്റയ്ക്ക് കിട്ടിയ 4.2. ഓ, അടിപൊളിയായിരിക്കുന്നു. ടാറ്റയോട് നിങ്ങൾക്കൊക്കെ പുച്ഛം അല്ലേ? ടാറ്റ 12 വീലിന് കിട്ടിയത് ഞങ്ങൾ ഒന്നിച്ച് ഒറ്റ റൂട്ടിൽ ഒന്നിച്ച് പോയതാണ്. നിങ്ങൾ ഓടിച്ചു തന്നെ കുറ്റമെന്ന് പറയുന്നത്. നമ്മള് ഒന്നിച്ചാണ്, നമ്മള് ഭക്ഷണമൊക്കെ നമ്മൾ ഒന്നിച്ചാണ് പോയത്. 5 വണ്ടി വേറെ ഡ്രൈവർ, നിങ്ങളുടെ ഡ്രൈവറെ വിടാൻ ഒരേ സ്പെക്കിലുള്ള 5 വണ്ടി വരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയ വണ്ടി എന്ന് പറയുന്നത് മാറ്റി കൈമാറി നിങ്ങൾക്ക് ആ വണ്ടി വന്നിട്ട് മറ്റേ വണ്ടി അവർ കൊണ്ടുപോകട്ടെ അല്ലേ?
അങ്ങനെ വിടാ, വെറുതെ പോകാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ വണ്ടിയല്ലേ പ്രശ്നം. അല്ല അജു, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എവരി ഇന്ത്യസ് ചലഞ്ച് ചെയ്യുന്നു ഭാരത് ബെൻസ് ആകട്ടോ. ഭാരത് ബെൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനി അല്ല. ഭാരത് ബെൻസ് ഇത് കേൾക്കണം. ഇതേപോലെ ഇദ്ദേഹത്തിന്റെ വണ്ടി ഇതിന്റെ കൂടെ ഇതേ റൂട്ടിൽ ഓടി ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൂടുതൽ മൈലേജ് ആണെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുത്തേക്ക്. എന്തിനാ ഈ നാണക്കേട്? ഇതിങ്ങനെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി, എന്തൊരു നാണക്കേടാ അല്ലേ? ഇത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വണ്ടിക്ക് ഇത്ര നാണം കെട്ട അവസ്ഥ, എന്തൊരു നാണക്കേട്. ഒരു സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കാത്ത വണ്ടിയോ? അയാൾക്ക് എന്തോടോ EMI അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അയാൾ എന്തിനാ വണ്ടി എടുത്ത്? താൻ എന്തിനാ വണ്ടി എടുത്തത്? കറങ്ങാൻ പോകാനൊന്നും എടുത്തതല്ലോ അല്ലേ? ലക്ഷറി കാണിക്കാൻ എടുത്തതും അല്ല. ഇനി അല്ലേ നിങ്ങൾ അങ്ങനെ പറയും, ലക്ഷറി ആണിത്, ലക്ഷറി ഗുഡ്സ് കാരേജ് വെഹിക്കിൾ ഇന്ത്യയുടെ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എവരാണെങ്കിൽ ഇപ്പൊ ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് വെഹിക്കിൾ എന്ന് അവർ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഓയിലേക്ക് ശരിയാക്കാൻ പറ്റാത്ത ബെൻസ്, ഓയിലേക്ക് ശരിയാക്കേണ്ട വേറൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് വെഹിക്കിൾ എന്ന് അവർ പറയുമ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് എനിക്ക് സംഭവിച്ചത് ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഒരു 3.5 ഈ മൈലേജ് കിട്ടുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 3.3 വേണ്ട 3.3 മൈലേജ് കേസ് കൊടുക്കണം കേട്ടോ. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം, അല്ലാതെ പറ്റത്തില്ല. ഇവര് നിങ്ങൾ പറഞ്ഞ പോലെ വലിയൊരു കമ്പനിയാണ്. അത് കേസിൻ്റെ കാര്യമായിട്ട് ഈ 3.3 മൈലേജെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. എനിക്കിപ്പോൾ ആ 3.3, അത് 3.5 കാര്യമാണ്, 3.3 മൈലേജ് കിട്ടുമായിരുന്നെങ്കിൽ പിന്നെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഒരു വർഷം കൊണ്ട് ഈ വണ്ടി ഇപ്പോൾ ഇത്ര നാൾ ഓടിച്ചത് കൊണ്ട് എനിക്ക് നഷ്ടം എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അതായത് ഒരു ടാറ്റ വല്ലതും എടുത്തിരുന്ന ഇപ്പോൾ 6 ലക്ഷം രൂപ ലാഭം ഉണ്ടായാൽ എനിക്ക് ഒരു ട്രിപ്പിൽ കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ പോയിട്ട് വന്നത് ഇപ്പോൾ പിന്നെ ഏറ്റവും ലാസ്റ്റ് വരെ പണിത് എനിക്ക് 3.1 മൈലേജാണ്. 3.1 മൈലേജ് ആയപ്പോൾ തന്നെ ഞാൻ നേരത്തെ 67,000 രൂപയുടെ ഡീസലിൽ പോയിട്ട് വന്നിരുന്ന ഞാൻ ഇപ്പം 51,000 രൂപയുടെ ഡീസലിൽ പോയിട്ട് വരുന്നുണ്ട്. സെയിം ഡിസ്റ്റൻസ് സെയിം തന്നെ. ഇപ്പോൾ എത്ര 3.1 കിട്ടുന്നുണ്ട്? 3.1. ചിലപ്പോൾ ഇനി അത് കുറച്ചുകൂടെ ഒക്കെ പണിത് കഴിഞ്ഞാൽ ശരിയാവോ? 7 പ്രാവശ്യം പണിതിട്ടാണ് അവർ ഇങ്ങനെ ആയി. ഇനി ഒരു 3.7 കിട്ടിക്കൊണ്ട് കാശ് മേടിക്കുമായിരുന്നു. ഇത് വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് വന്ന നഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് കോമ്പൻസേറ്റ് ചെയ്യുന്നു? ഞങ്ങൾ വേണം വണ്ടി പണിത് തരാം. ഞാൻ പറഞ്ഞു ഇനിയും പണിതിട്ട് ഇത് എങ്ങനെ ശരിയാണ്? നിങ്ങൾ ഇത്രയും പണിതാ 3.7. അതുമല്ല വലിയ കമ്പനിയാണ് കേട്ടോ, ബെൻസാണ് പണിയുന്നത്. ചുമ്മാ ഇവിടുത്തെ ലൊടുക്ക് വർക്ക്ഷോപ്പിലല്ല, സാധാരണ മറ്റേ ആശാന്റെ കൂടെ ഒന്ന് പഠിച്ച ഒരു മേസ്തിരി അല്ല ഈ കമ്പനിയിൽ. കമ്പ്യൂട്ടറൈസ്ഡ്, അതുപോലെ തന്നെ എക്സ്പേർട്ട് ടെക്നീഷ്യൻസ്. അവരാണെങ്കിൽ അവിടെ ചെന്നാൽ തന്നെ അവരുടെ വേഷം കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ടെക്നീഷ്യനാന്ന് പറഞ്ഞ് വന്ന് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അതൊക്കെയാണ് പണിയുന്നത്, അല്ല ചുമ്മാ ലോക്കൽ വർക്ക്ഷോപ്പല്ല. അവർ 7 പ്രാവശ്യം പണി തന്നു. ഇവരും ഭേദമല്ല ഇവിടുത്തെ സാധാരണ വർക്ക്ഷോപ്പിൽ കൊണ്ടെടുത്താൽ മൈലേജ് കൂട്ടി കൊടുത്തതിനായിരിക്കും. പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനകത്ത് അപ്പോൾ ജയശങ്കർ എന്ന് പറയുന്ന പുള്ളിയുടെ നമ്പർ ഇതുപോലെ ഞാൻ വേറൊരു സോഴ്സിൽ ഞാൻ സംഘടിപ്പിച്ചു. അവരുടെ എന്തോ പിന്നെ സർവീസ് ഹെഡോ അങ്ങോട്ടാണ്, ഓൾ കേരള സർവീസ് ഹെഡോ ആണ്. പുള്ളിയോട് ചോദിച്ചു, എനിക്ക് ഇത്ര നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പൻസേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരിക്കും അയാൾ പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതായത് എവരും അഡ്വർട്ടൈസ് ചെയ്യുന്നു, ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂൽ എഫിഷ്യന്റ് വെഹിക്കിൾ അവർ അഡ്വർട്ടൈസ് ചെയ്യുന്നു. ഇവർക്കിത് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ വണ്ടി പണിത് കോൾ റെക്കോർഡ് കാണാൻ എൻ്റെ ഇരിപ്പുണ്ട്. വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചോദിക്കണ്ട. അത് ശരി കേട്ടോ, നിങ്ങൾക്ക് ഓടിച്ചാൽ മതി. എവരുടെ ഫോൾട്ട് കൊണ്ട് എടുപ്പിക്കാന്നുള്ളൊരു ഉദ്ദേശം, എവരുടെ ഫോൾട്ട് കൊണ്ട് പിന്നെ വണ്ടിക്ക് മൈലേജ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞങ്ങൾ കയ്യിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വിട്ടു കൊടുക്കണം. ഓ, അത് കൊള്ളാമല്ലോ. എന്നിട്ട് ഓടിയിട്ട് വരുന്നത് വീണ്ടും ഫുൾ ടാങ്ക് ഞങ്ങൾ അടിച്ചു കൊടുക്കണം. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഇനിയുമുണ്ടോ ഇതുപോലത്തെ കച്ചവടങ്ങൾ ബെൻസിന്റെ കയ്യിൽ? അങ്ങനെ പരസ്യം ചെയ്യാൻ ഈ വാർത്താ ചാനലുകാരെ ഒന്ന് ഏർപ്പാടാക്കും. ഈ സംഭവം ഞാൻ മനസ്സിലായി, ഇതിന് കേസ് വേണം. പിന്നെ അതുകൂടാതെ കൂടുതൽ ഈ സംഭവങ്ങൾ അറിയണം ആളുകൾ. ഇനിയും മറ്റുള്ളവർ ആർക്കെങ്കിലും ഇതുപോലത്തെ വണ്ടിക്ക് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കൂടുതൽ പേരെ അറിയിക്കുക. താൻ സജസ്റ്റ് ചെയ്യണ്ട, എങ്ങനെ സജസ്റ്റ് ചെയ്യും? നമ്മളൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ട്, ആരും സജസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. പോട്ടെ, 7 പ്രാവശ്യമൊക്കെ പണിക്ക് കയറ്റിയിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഇതേ മനുഷ്യൻ തന്നെ ഇവനൊരു കൈ ഒടിഞ്ഞു, അതിന് 7 പ്രാവശ്യം പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുവോ ഒരു ഡോക്ടറെ അടുത്ത് എന്നിട്ട്? സിമ്പിൾ അല്ലേ? അങ്ങനെയൊക്കെ വിചാരിക്കണം ഓരോ കാര്യം ചെയ്യുമ്പോൾ. അല്ല, ഞാനിപ്പോൾ വിചാരിക്കുന്നതല്ല, ഈ 47 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ട് ഒരു പോത്ത് കൃഷി തുടങ്ങിയിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ ലാഭം എനിക്ക്. ഇല്ലില്ല, പോത്ത് കൃഷി ഭയങ്കര നഷ്ടമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പോത്ത് കൃഷി നടത്തി, അവൻ നിർത്തി ഇപ്പൊ പരിപാടി. മെനക്കേടാ. പോത്ത് ഒരിടയ്ക്ക് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറ്റി പിടിച്ചു. അവന്റെ മുറേ പോത്ത് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ഏറ്റവും വലിയ പോത്ത് കമാൻഡോ പോത്ത്, ഏഷ്യാനായിട്ട് ഏറ്റവും വലിയ 10 ടൺ ഭാരമുള്ള 10 കോടി, അല്ല 10 ടൺ അല്ല, 1 ടൺ ഭാരം, 2 ടൺ അങ്ങനെ കണ്ട 10 കോടി അതിന്റെ പേര്. മുറേ പോത്ത്. അത് ഒരു കമ്പനി മേടിച്ചേക്കുന്ന പോത്ത്. ബാക്കി പോത്തുകൾ ഇവന്റെ ഫാമിലുണ്ടാകും. അവനെ പോത്ത് കൃഷി നിർത്തി. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. പോത്ത് കൃഷി നഷ്ടമാണ്. പിന്നെ വല്ല MDMA വല്ലതുമാണ് കൊള്ളാം. ഇവിടെ ഏറ്റവും ലാഭകരമായ എല്ലാ കൊട്ടേഷൻ പിടിക്കും. പൊളിറ്റിക്സ് അല്ല, കൊട്ടേഷൻ ഇതൊക്കെ ഭയങ്കര ലാഭമുള്ള കച്ചവടം ഉള്ള കാര്യം പറയാലോ. അതല്ലേ, നിങ്ങൾ ഈ ലോറി എടുത്തോണ്ട് യൂട്യൂബ് ചാനൽ കൊണ്ട് തുടങ്ങിയിട്ട് അവിടെ പോയി എന്തെങ്കിലും അലച്ച് കൂവി മെനക്കെടുത്തി വണ്ടിയെ ലൈറ്റ് പിടിപ്പിക്കുവോ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിന്റെ പുറകിൽ വെള്ളം നിറയ്ക്കാമെങ്കിൽ
നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് ലോഡ് എന്തോ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വല്ല ഗുഡ്സ് ഒക്കെ ആയിരിക്കും. അതിന് പകരം ടാർപോളി വിരിച്ചിട്ട് വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കിടന്ന് ഒരു വീഡിയോ ചെയ്യുക. പിന്നെ ബാക്കി എം വി ഡി നോക്കിക്കോളും. അല്ലല്ല എം വി ഡി ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. വയലില്ലാതെ ഒരാൾ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല, EMI അടയ്ക്കാൻ സാധിക്കുന്നില്ല, ഭാരത് ബെൻസ് കാരണം ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ട്, അതൊന്നും അവർക്ക് അവരുടെ വിഷയം, അതൊന്നും അവരുടെ വിഷയം അല്ലാത്തതുകൊണ്ട് കേട്ടോ. അവരുടെ ആവശ്യമില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് കൺസ്യൂമർ കോർട്ടിൻ്റെ ആവശ്യമാണ്. അവിടെ കൊണ്ട് കൊടുത്താലേ അറിയത്തുള്ളൂ ഇവരെങ്ങനെ ഇടപെടുന്നതെന്നൊക്കെ. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വെള്ളം നിറയ്ക്കാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈസൻസ് ഒക്കെ കട്ട് ചെയ്ത് കൈ തരും. വെള്ളം ഭയങ്കര ഡേഞ്ചറാണ്, മണ്ണ് പോലെ അല്ല. മണ്ണൊക്കെ ഇങ്ങനെ വന്നൊരു ലോറിയുടെ മുകളിലേക്ക് വീഴുന്ന പോലെ അല്ല, വെള്ളം അകത്ത് കവറിനകത്തിരിക്കും. അതെ അതെ, വെള്ളം റോഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, റോഡിൽ കുഴിയൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അജു, പിന്നെ അതല്ലാതെ വേറൊരു കാര്യം കൂടെ, GPS റോഡിൽ കാണിച്ചു എന്ന് പറയുന്നത്. GPS സിഗ്നൽ ഞാനല്ല പറയുന്നത്. ഈ മഴയുള്ള സമയത്ത് നമ്മൾ ഈ മൊബൈൽ എടുത്ത് വെച്ച് GPS തപ്പിക്കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ ചുറ്റോ 100 മീറ്റർ ചുറ്റോ ഈ സാധനം കാണിക്കുന്നില്ല. 5 മീറ്റർ 10 മീറ്റർ പൊക്കത്തിൽ മണ്ണിരിക്കുന്നിടത്ത് GPS ഇത്ര ആക്യുറസി കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് നേരം അവിടെ കിടന്നപ്പോഴേ ലാസ്റ്റ് കണ്ട സ്ഥലം അങ്ങ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും. അക്യുറേറ്റ് ആണോ നിർബന്ധമൊന്നുമില്ല. മാത്രമല്ല ഇവര് കാണിച്ചത് കരയിലാണോ വെള്ളത്തിലാണോ? കരയിലാണല്ലോ, കരയിലാ കാണിച്ചത്. അത് കരയിലുള്ളപ്പോഴല്ലേ വണ്ടി മണ്ണ് വന്നു വീണത്. അപ്പൊ GPS എല്ലാം ഓഫായി പോയി കാണും. പിന്നെ അത് ഒഴുകി 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 അങ്ങെത്തി. അതെ, ഇത് തള്ളിക്കൊണ്ട് കായലിട്ടപ്പോഴും GPS ഇവിടെ ഇരിക്കുക. 139 മീറ്റർ ദൂരം കണ്ടാണ് പിന്നെ ക്യാബിൻ കിടക്കുന്നതെന്നാണ്. അങ്ങനെ അയ്യോ, അത്രയും ദൂരത്ത് അത് കണ്ടോ? ഓരോ എല്ലാം അങ്ങ് പൊട്ടുവാണല്ലോ. അത്രയും കണ്ട് ദൂരത്ത് എനിക്ക് അങ്ങനെ കണ്ട് ഞാൻ വാർത്ത കണ്ടു. ആണോ, ശരിയാ. കരയിലാന്ന് പറഞ്ഞ് ഇത്രയും ദിവസം സെർച്ച് ചെയ്യുന്നതിനകത്ത് ചുമ്മാ അല്ലല്ലോ ഇവർ സെർച്ച് ചെയ്യുന്നത്. ഇവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് സൂചനകൾ. അതിനകത്ത് ഒന്ന് GPS ആ. എന്നിട്ട് അതിന് കുറ്റം പറയുന്ന ആരെയാണെന്നറിയോ? മറ്റേ പയ്യനെ, ഇസ്രായേൽ എന്ന് പറഞ്ഞവൻ പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ടാ ഇവിടെ ഇത്ര സമയം പോയെന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റിൽ വിനു ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവൻ ഈ കണ്ട ഇതിനെ പറ്റി ഒന്നും പറയാത്ത എന്തോ? ഈ GPS സിഗ്നൽ തെറ്റാണെന്നും ഭാരത് ബെൻസിനകത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലെന്നും യാഥാർത്ഥ്യം പറയാത്ത എന്തുകൊണ്ടാ? അന്നേരം പൈസ കിട്ടത്തില്ല. ഇവർക്ക് പൈസ കിട്ടുമോ? പറഞ്ഞാൽ കിട്ടുമോ? അല്ല, അത് കൊടുക്കുവോ അവര്? ഞാനത് സർവീസ് കൊടുക്കടാ. അല്ല, നീ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഒന്ന് പറഞ്ഞത് ഇതായി പോത്തേ ഉള്ളൂ. മര്യാദയ്ക്ക് സർവീസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അല്ല, ഇതിനകത്ത് ഈ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിന് ഒരു കുഴപ്പമുണ്ട്. ആ കത്തിയാണല്ലോ നിൽക്കുന്നത്. നമ്മള് അപ്പുറത്ത് 2 പച്ച കത്തുന്നുണ്ടോ നോക്കിയാൽ മൈക്കിന്റെ അപ്പുറത്ത്. മൈക്കിന്റെ ഓക്കെ. അല്ല, ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തേക്കുന്നത് ഷോറൂമിന്റെ ഫ്രണ്ടിൽ ചെയ്ത വീഡിയോ ആണത്. ഏത്? ഈ റിപ്പോർട്ടർ ചാനലിൽ വന്നേക്കുന്ന ഷോറൂം. അതപ്പോ മാർക്കറ്റിംഗ് കേട്ടോ. ഷോറൂമിന്റെ ഫ്രണ്ടില് ബോഡി കെട്ടാത്ത പുതിയ ചേസിനകത്ത് ഇരുന്നുകൊണ്ട് ഭാരത് ബെൻസ് എന്ന് പറയുന്ന ബാഡ്ജ് ഉള്ള ഒരു വ്യക്തി ആണ്. അങ്ങനെ അവർ മാർക്കറ്റിംഗ് എല്ലാം അങ്ങനെ ആയിരിക്കും. ഇപ്പൊ നരകത്തിന്റെ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര പബ്ബും ഡാൻസും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ ഇങ്ങനെ മാലാകമാരിരിക്കുമ്പോൾ നരകത്തിന്റെ ഒരു പരസ്യം വരുവാന്ന് വിചാരിക്കുക. നരകത്തിന്റെ പരസ്യം ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അവിടെ തീക്കാതെ കിടന്ന് തുള്ളിച്ചാടുന്ന കാണാം. ഭയങ്കര പെണ്ണുങ്ങളൊക്കെ ചുമ്മാ മദ്യം കുടിക്കുന്നു, പൊള്ളുമ്പോ ഇങ്ങനെ ചിരിക്കുന്ന, സൂയിക്കുന്നു. അതാണ് പരസ്യം. മദ്യം സ്വർഗത്തിലാണ്. അതെ അതെ അതെ. പക്ഷെ ഇവിടെ തീയൊക്കെയാണ്. അവരുടെ ഫണ്ണെന്ന് പറയുന്നത് സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫണ്ണാണ്. ഇത് കത്തുമ്പോ പൊള്ളുമ്പോ ഇങ്ങനെ സുഖം വരുന്ന, പാമ്പിനെ കൊത്തിക്കുന്ന, അതിലും വലിയ സാധനമൊന്നുമില്ല. പിന്നെ മദ്യമൊക്കെ എന്ത് സ്നേക്ക് ബൈറ്റ്, അതൊക്കെയാണ് നരകത്തിലെന്ന് പറയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ലൈറ്റ് എഫക്ട്സും കൂടുതലല്ലേ, അട്ട. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ. ഇപ്പം പിന്നെ വണ്ടി റോഡിലാണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഈ പോകുന്ന വഴി കണ്ണൂരൊക്കെ ആണെങ്കിൽ, ഈ നെടുമ്പോയിൽ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ടുള്ളതാണ്. ലാൻഡ് സ്ലൈഡ് ഞാൻ എവിടെയെങ്കിലും ലാൻഡ് സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് തള്ളിക്കൊണ്ടങ്ങ് പോകും. ഏറ്റവും ചെവിട്ടിൽ നമ്മൾ ഈ റോഡിനോട് ചേർന്നുള്ള ഭാഗം അങ്ങ് ദൂരെ കിടക്കും. മേളിലിരിക്കുന്ന സാധനമായിരിക്കും റോഡിൽ കിടക്കും. അപ്പം ഞാൻ ആലോചിക്കും, അതായത് അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് മേളിൽ നിന്ന് ആദ്യം താപ്പോട്ടിരുന്നിട്ട് ഒരു ബോംബ് പൊട്ടുന്ന പോലെ ഈ സാധനം തീർച്ചയായും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതാ നിൽക്കുന്ന സാധനങ്ങളെല്ലാം തെറിപ്പിച്ചുകൊണ്ട് പോകും. രണ്ടാമത്തെ കാര്യം, ഒരു ട്രെയിലർ പോയി എന്ന് പറയുന്നു. ട്രെയിലർ അത് ലോഡ്, അതായത് ബുള്ളറ്റ് ടാങ്കർ ലോഡാണെങ്കിൽ അത് ഒരു സിംഗിൾ ഹൗസിംഗ് ആണെങ്കിൽ അതിനകത്ത് കയറുന്നത് പിന്നെ 42 ടൺ ഭാരവും പിന്നെ വണ്ടി വെയിറ്റ് ആയിട്ട് ഒരു 15-16 ടൺ വണ്ടി വെയിറ്റ് കൂടാണ്. ഏകദേശം ഒരു പിന്നെ 56 ടണ്ണ്. ഈ 12 കിലോ വണ്ടിക്ക് GBW 35 ടണ്ണ്. 55-56 ടണ്ണാണോ വലുത്, 35 ടണ്ണാണോ വലുത്? 55 ടണ്ണിൻ്റെ വണ്ടി അപ്പുറത്തെ വഴി പോയി, 35 ടണ്ണിൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നു പറയുന്നത് ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയാണ്. അങ്ങനെ ലോജിക്കൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഈ കാര്യങ്ങൾ. ഇതൊരു ഇമോഷനാണ്. ലാസ്റ്റ് കണ്ടില്ലേ ഇത് ചെയ്തത്? അതായത് അയാളുടെ വീട്ടിൽ ചെന്നിട്ട് കൊച്ചിനോട് ചോദിച്ചു, പപ്പ എവിടെ, അച്ഛൻ എവിടെ പോയേക്കുക? ഉടനെ കൊച്ചു പറയുന്നു അച്ഛൻ ലോറി പോയേക്കുക. അങ്ങനെയൊക്കെ ചെന്ന് അവരുടെ വീട്ടിൽ കയറി പണം തന്നു. ഇവര് മീഡിയക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും പൈസ വേണം, പക്ഷെ ഒരു നേരെ രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ബെൻസിനും പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടുത്തെ മീഡിയക്ക് പറ്റുന്നു? അല്ല, ഇപ്പൊ പിന്നെ ഒരാളുടെ ജീവിതം വെച്ചിട്ടാണോ ഒരു മാർക്കറ്റ് ചെയ്യേണ്ടത്? അല്ലല്ലോ. അത് ആ അവസരം ഒരു മാർക്കറ്റിംഗ് മീഡിയ ചെയ്യേണ്ടതും അങ്ങനെയല്ല. പിന്നെ കാണാതായാലും എന്താ, ബെൻസിന്റെ പരസ്യമായില്ലെന്ന്
അവൻ ചത്താലെന്ന്. ഇനി ആ ബെൻസിന്റെ ലോറിക്കകത്ത് ലോറിയുടെ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി ബെൻസുകാർ തന്നെ വല്ല ചാവപ്പെട്ടി ഉണ്ടാക്കി വെക്കുമോ എന്നുള്ളതാണ്. ഞാനിപ്പോ ചിന്തിച്ച കാര്യം വേറെ അതാണ്. ചെയ്യാൻ പറഞ്ഞാൽ പറ്റുന്നില്ല, പറയാൻ പറ്റത്തില്ല കേട്ടോ. അതും ചെയ്യും. ഭാരത് ബെൻസിന്റെ റീത്തൊക്കെ വരുമായിരിക്കും, അവരുടെ ഇവിടെ നിന്നൊക്കെ ആള് വരുമായിരിക്കും. അല്ല ഞാൻ കോമ്പൻസേഷൻ കൊടുക്കുവാവോ? എന്ത് കോമ്പൻസേഷൻ കൊടുക്കും? അല്ല വെറുതെ ചുമ്മാ ഒരു പാരിതോഷികം. അല്ല അഡ്വർടൈസ്മെന്റിന് റവന്യൂ നോക്കുമ്പോൾ ഇതിപ്പോ ഇവരിപ്പം ഭാരത് ബെൻസിൽ നിന്ന് ഇപ്പം ഈ റിപ്പോർട്ടർ ചാനൽ വഴി നടത്തിയേക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ വല്ലതും ആയിരുന്നെങ്കിൽ കമ്പനിയുടെ ഷെയർ വാല്യൂ, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എവിടെ പോയെന്ന് വല്ല ധാരണയുണ്ടോ? ഇവിടെ നേരെ തിരിച്ചാ നോക്കുന്നവർ. ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയേക്കുന്ന ഭാരത് ബെൻസ് ഷോറൂമിന്റെ ഫ്രണ്ടിലിട്ട് നിങ്ങൾ വളീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണ് ഇവര്. ഇവിടെ അതൊക്കെയാണ് പ്രശ്നം. പോലീസുകാർ ചവിട്ടി പൊളിക്കും ഡോറൊക്കെ വന്ന് വളീന്ന് പറഞ്ഞ. ഇതേപോലെ ആൾക്കാരെ പറ്റിക്കുന്ന വലിയ വലിയ സ്കീമുകളൊന്നും അവർക്ക് വിഷയമല്ല. ഇവരെന്തോ പോലീസ് ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ. പോലീസിങ് എന്തിനാ? അല്ല എന്തിനാ ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? തൊപ്പി വേണ്ടത്ര ശമ്പളം കൊടുത്ത് കാണത്തില്ല. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ വിചാരിക്കുക. ഇനിയിപ്പം ലോഡ് ഇനിയിപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി ലോഡ് ബോഡിയിൽ കയറ്റുന്നതിന് പകരം ക്യാബിന്റെ മണ്ടയ്ക്ക് കയറ്റുക. കാരണം 25-25 ആഫ്രിക്കൻ ആനയെ താങ്ങാൻ ശേഷിയുള്ള ഒരു ക്യാബിനുള്ള ലോറിയാണ്. അല്ല അതിന് പുറകിൽ വല്ല പശുവിനെയോ കാളയോ എല്ലാം കെട്ടി വെച്ച് താഴോട്ട് പിടിച്ചിരുന്നാൽ മതി, കുഴപ്പമില്ല. അല്ലേ മറ്റേ ഇത് പിടിപ്പിച്ചാൽ മതി, സ്പോയിലർ. അത് മറ്റേ എയറോഡൈനാമിക് സ്പോയിലർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റായി. നാല് സൈഡ് ചിറകൊക്കെ വെച്ചോണ്ട് ബെൻസ് പോകും. അപ്പൊ ഇനിയിപ്പോ അത് കുഴപ്പമില്ലായിരിക്കും. ഇവരിപ്പോ പറഞ്ഞത് കൊണ്ട് ഈ പറയുന്ന കുഴപ്പമില്ലായിരിക്കും. ടെസ്റ്റ് ചെയ്തിട്ടാണോ പറയുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രസം. അല്ല ഏടൻ ഭാരം ചിലപ്പോൾ ഇങ്ങനെ പ്രത്യേക രീതി വെക്കണമായിരിക്കുമെന്നേ. അങ്ങനെ വെക്കുമല്ലോ മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത്. വെറുതെ ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക. ഏറ്റവും അവസാനം വരെ പ്രതീക്ഷയായിരുന്നു. 10 ദിവസം ഒരു മനുഷ്യൻ ആഹാരം ഇല്ലാതെ വായു ഇല്ലാതെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള കള്ളത്തിന് പറയുമ്പോൾ അടിയിൽ പ്രണാമം, ആമേൻ, പ്രാർത്ഥനയോടെ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടിട്ടാണ് തോന്നുന്നത്. ഇതിനെ നമുക്ക് തീരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഏതാണ്ട് 2021 23 പസഫിക് സമുദ്രത്തിലെ ഒരു ബോട്ട് മറിഞ്ഞിട്ട് ഒരാള് അതിന്റെ ഏറ്റവും അടിയിൽ ബോട്ട് താന്നുപോയി. പക്ഷെ ഒരാളെ അതിനകത്ത് ജീവനോടെ അയാളെ എടുത്തു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ബോട്ട് കമന്ന് വീണു. ചെറിയൊരു സ്ഥലത്ത് എയർ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഈ എയർ പോക്കറ്റിനകത്ത് ഇയാളിരുന്നു. അപ്പൊ കടലിൽ ഇയാൾക്ക് ഓക്സിജൻ 3 ദിവസം വരെ താമസിച്ചിട്ട് കടലിൽ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു സൂക്ഷ്മജീവികളാണ് ഓക്സിജൻ. ഇവർ സാധനം ഉണ്ടാക്കും. എവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ ഓക്സിജൻ ഇഷ്ടംപോലെ തള്ളിക്കൊടുക്കും. പുള്ളി അങ്ങനെ 3 ദിവസം വരെ ജീവിച്ചിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ 3 ദിവസം വരെ ജീവിച്ചിരുന്നു. അവസാനം സ്ക്യൂബ ഡൈവേഴ്സ് പോയിട്ട് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാണ് ചെയ്തത്. ഇവിടെ സ്ക്യൂബ ഡൈവേഴ്സ് പോയിട്ട് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരും. അതും എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട്. പിന്നെ ഇതിനകത്ത് കായലിൽ പോയി ഓടെ തപ്പിയിട്ട് കായലിൽ നിന്ന് ബോഡി എടുക്കുക. അല്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞു. ഇതിനകത്ത് വെള്ളം കയറില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. വെള്ളം കയറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഞാൻ സിമ്പിളായിട്ട് ഡീബങ്ക് ചെയ്ത് തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീലാർച്ചിന്റെ മേളിലാണെങ്കിൽ അവരാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട്, സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ഓടുമ്പോൾ തന്നെ വെള്ളം അടിച്ച് അതിന്റെ മേളിൽ നമുക്ക് അകത്ത് ഇത് പൊക്കുമ്പോൾ കാണാം. ഞാൻ വേണം ഇപ്പോൾ കാണിച്ചു തരാം. ഇത് പൊക്കുമ്പോൾ കാണാം അതിനകത്ത് വെള്ളം കയറി വരും, ചെളി കയറി വരും. വേറെ കാര്യമുണ്ടോ ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചാനലുകാർക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എന്ത് പറയുന്നത്? ഇവിടുത്തെ എല്ലാ മാർക്കറ്റിംഗ് അങ്ങനെ. നിങ്ങളിപ്പോൾ ഇവിടെ എടുത്ത് നോക്കുക, സിമ്പിളായിട്ട് ഹോട്ടൽ വന്ന് ഭയങ്കരമായിട്ട് ഫുഡ് ബ്ലോഗർ വന്നിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവിടെ നിന്ന് ഫുഡ് പോയിസൺ അടിച്ച് ഒരാൾ മരിക്കും. സൂപ്പറാന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ഥലമാണ്. കാരണം ഇവർ ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ തിന്നാൻ കിട്ടുന്ന ഇങ്ങനെ തിന്നുക, എന്നിട്ട് അത് എന്ന് പറയുക. ഇതാ ഇവരുടെ ഒരു ജീവിത രീതി. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഷോറൂമിൽ ചെന്നിട്ടാണെങ്കിലും വണ്ടി റിവ്യൂവർ എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നിരുന്നുണ്ട്. വണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് ആ സ്പെക്ക് പറയും, ഇനി ചുറ്റും നടന്ന് കാണിക്കും, ഇത് ഓടിച്ചിട്ട് ഇങ്ങനെയുണ്ടെന്ന് പറയും. ഇത് മറ്റേതുപോലല്ല, ഇത് നല്ലതാണ്, അത് നല്ലതാണെന്ന് പറയും. ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവർ. അല്ലാതെ ഇവർക്ക് എന്ത് റിവ്യൂ? സിനിമാക്കാരെന്താ പറയുന്നത്? ഈ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞൊരു തൊഴിലാണ്. അവരുടെ റിവ്യൂ അല്ല അവർ ചെയ്യുന്നത്, അവർ പ്രൊമോഷൻ റിവ്യൂ എന്ന് പേര് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അറിയത്തൊന്നുമില്ല. ഈ വന്നവൻ ഏതെങ്കിലും മീഡിയ എന്ന് വന്നവനൊക്കെ വണ്ടിയെ പറ്റി അറിയാവുന്നവനല്ല. അവൻ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും വണ്ടി കണ്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അങ്ങനെ ഒരാളോട് ആരും സംസാരിച്ച് കാണുന്നില്ല. ഞാനിപ്പോൾ 4-5 വർഷമായിട്ട് ഈ ഫീൽഡ് ഡ്രൈവറോട് ചോദിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മുതലാളിയോട് ചോദിക്കണം. അങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. ഇവർ നേരെ എന്നാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്നിട്ട് കമ്പനി സൂപ്പറാണ്, അല്ലെങ്കിൽ കമ്പനി ഇങ്ങനെയൊക്കെ കാണിക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ കണ്ടില്ല, ഇപ്പൊ കിടക്കുന്ന കണ്ടില്ലേ? ഇതുപോലെ എത്ര പേർക്ക് കാണും ബുദ്ധിമുട്ട് അല്ലേ? ഒരുപാട് പേർക്ക് കാണും. എല്ലാവരും വന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പിന്നെ കൂടുതൽ നമ്പറല്ലോ ഉണ്ടോ ആരും വിളിച്ചു ചോദിക്കാനൊക്കെ? വിളിച്ചു ചോദിക്കാൻ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. മിക്ക ആൾക്കാരും ഈ 5 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയും ഉന്തത്തള്ളി തീർത്തിട്ട് ഈ സാധനം വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അങ്ങനെയുള്ളവരൊക്കെ കോൺടാക്ട്സ് എടുക്കുക, എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പിന്നെ അവരെ ഫീൽഡ് മിക്ക ആളുകളെ കൂടെ വിളി, നമുക്ക് അവരോട് മഴയും കൂടെ ആയതുകൊണ്ട് പണിയില്ല, അതുകൊണ്ട് ഭാരത് ബെൻസ് മണ്ണിനടിയിലും പോയി. അല്ല മിക്കവാറും ഈ കാശ് ഭാരത് ബെൻസ് ആയതുകൊണ്ടാണോ കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് പോയത്? മണ്ണിടിച്ചിൽ. എടാ ഇതിനകത്ത് വേറെ രസമുണ്ട്. ബെൻസും ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്ന് പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ എന്താ പറയാ ഈ വാർത്ത എങ്ങനെ നിൽക്കുന്നത്, മനസ്സിലായോ? പറയാൻ പറ്റത്തില്ല. കാരണം വേറെടുത്ത് ഒരു കൊച്ച് അപ്പുറത്ത് തന്നെ ഒരു ഈ എന്താ പറയാ ഒരു
ചെറിയ ദാബ പോലെ ഉണ്ടായിരുന്നു. അവിടെ 2 പിള്ളേരും ആ കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. അവര് മൊത്തത്തിൽ പോയിട്ടുണ്ട്. അതെ, അവരെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. എനിക്ക് ഭാരത് ബെൻസ് ഉള്ളതുകൊണ്ടായിരിക്കും, പ്രൊമോഷൻ കണ്ടന്റ് ആയതുകൊണ്ട് ഈ ബെൻസ് എന്ന് പറഞ്ഞു കയറ്റാൻ വേണ്ടിയിട്ട് ഇവര് തന്നെ കടന്ന് കാശ് കൊടുത്തുകൊണ്ടായിരിക്കും ഈ വാർത്ത പിന്നെ അല്ല. അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന സംഭവം നടക്കുന്നതനുബന്ധിച്ചാണല്ലോ കേരളത്തിൽ ഏതൊരു പാവപ്പെട്ട പിന്നെ വീട്ടിലെ പെൺകുട്ടികൾ താമസിക്കുന്നത് 14-15 വയസ്സുള്ള 3 പെൺകുഞ്ഞുങ്ങളെ കാണാതെ പോയി എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ട്. ആ വാർത്ത അവിടെ പോയി. അതും കണ്ടില്ല. ശരിയാ, ഒത്തിരി വാർത്ത മുങ്ങും ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ. ആ വാർത്ത അവിടെ പോയി. ഇതാണ് അതേപോലെ ജിഷ കേസിലെ അമീറുൽ ഇസ്ലാം പിന്നെ നിരപരാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി സാധനം ഇതിനിടെ കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു വാർത്ത മറിച്ച് കഴിഞ്ഞാല് വലിയ പ്രാധാന്യം ഇല്ല, ഇതിനകത്തൊന്നും കിട്ടാനില്ല. ഞാനത് പറയുക, ഞാൻ ഇനി ഇതിനെപ്പറ്റി അധികം പറയണ്ട. ലാസ്റ്റിൽ ഇയാളെ കിട്ടിയോ ബോഡിയാണോ എന്താണ് ആ ദിവസം മാത്രം എന്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉറപ്പായിട്ട് ആളെ മണ്ണിടിച്ച് തന്നെ വീണപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടെന്നായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടെങ്കിൽ. അല്ല കിട്ടിയാൽ ബോഡി കിട്ടിയാൽ അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതിനകത്ത് ഇത്രയും കിടന്ന് ഇങ്ങനെ ഇരുന്ന് അടിയിൽ തിരയുന്നു, അങ്ങോട്ട് പോകുന്നു, ഇവിടെ മറ്റേത് വന്നു, ഉടനെ വേറെ ഏതോ റിട്ടയർഡ് മേജറോ ആരാണ്ട് വന്നിട്ടുണ്ട്, അയാൾ ഇനി അത് ചെയ്യാൻ പോകുക, പുള്ളി ഉടനെ ട്രക്കിന്റെ മൂഡ് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളൊക്കെ ഭയങ്കര ചർച്ച. അതും ചെയ്യുന്നത് ഈ അരുൺകുമാറിനെ പോലത്തെ ആൾക്കാരൊക്കെയാന്ന് പറയുന്നത് ഭയങ്കര ഓരോ മനുഷ്യരെ അതപ്പതിച്ച് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ജോക്സ് അപ്പാർട്ട്, ഈ പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ട് ഈ മീഡിയ കളിക്കുന്ന കളിയും അതേപോലെ ഈ പിന്നെ ഭാരത് ഈ കൊടുത്ത അഡ്വർടൈസ്മെന്റ്, അതിനിടയിൽ അഡ്വർടൈസ്മെന്റ് കാണിച്ച ഒരു ബുദ്ധി ഉണ്ടല്ലോ, ആ മാർക്കറ്റിംഗ് മാനേജർ, കേരളയുടെ ഭാരത് ബെൻസിന്റെ മാർക്കറ്റിംഗ് മാനേജറായ ആ മനുഷ്യനെ ഒരു അവാർഡ് ഈ പ്രാവശ്യം കൊടുക്കുക, എന്തെങ്കിലും ഭാരത് രത്നയോ അവനെ ഒന്ന് കാണാൻ പറ്റുമോടെ. ഞാനിത് മാർക്കറ്റിംഗ് എനിക്ക് അല്ല പിന്നെ അതും പൊക്കി എടുത്തോണ്ട് അങ്ങോട്ട് വരുന്നത്. കമ്പനി വിളിച്ചു വരുത്തിയത് തന്നെ അല്ല, ഇവര് ഡീൽ ചെയ്യുന്നു, ഇവര് വിളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്ലാൻ ചെയ്യും. ഇവരിങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനിങ് ഉണ്ട് ഓരോ ദിവസം. ഇതിനിപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ഓരോ ചാനലിലും നേരത്തെ പ്രിപ്പയർ ചെയ്തേക്കുവാണ്. മനസ്സിലായി? ഇവിടെ തൊട്ട് 4 സ്റ്റോറി 5 സ്റ്റോറി ഇവരുടെ ഉണ്ട്. ഇതിനകത്ത് ഏത് സ്റ്റോറി വേണമെന്നുള്ള പെട്ടെന്ന് എടുക്കാതെ ഇവരൊരു ആ സമയം കൊണ്ട് ആ ഗ്യാപ്പ് കൊണ്ട് ഇപ്പോൾ ഏതും സിനിമാടന്മാർ മരിക്കാൻ കിടന്നു കേട്ടോ, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞ സാധനം ഇവർ റെഡിയാക്കി വെക്കും. സലികുമാർക്ക് എത്ര പ്രാവശ്യം മരിച്ചത് അതാ പറഞ്ഞത്. ഇതുപോലെ റെഡിയാക്കി വെക്കുന്ന പോലെ ഈ അർജുന്റെ കഥയ്ക്കകത്ത് കുറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഏതെടുക്കുന്നു അതിനകത്തുനിന്ന് അത് ഇതും എല്ലാം വലിച്ചു വാരിയിട്ട് ചെറുപ്പുറന്ന് മനസ്സിലായോ, ഭയങ്കര മത്സരമായി ഇവർക്ക്. മോഹൻലാലിനെ എയ്ഡ്സ് വരെ വന്നിട്ട് മാറിപ്പോയത്. അതെ അതെ അതെ. മോഹൻലാൽ മൂത്രം കുടിക്കുന്നു ഞാൻ ഇടയ്ക്കുണ്ടായിരുന്നു, കൊല്ലം തുളസി മൂത്രം കുടിച്ചു, അതുകൊണ്ട് മോഹൻലാൽ കുടിച്ചതാണ് മുഖത്ത് കഴിച്ചാൽ ഗ്ലാമർ കൂടും ഏണ്ടൊക്കെ കുറെ. അത് പോട്ടെ, അത് പിന്നെ വിഷയമില്ല, വലിയ ബുദ്ധിമുട്ടില്ല. അത് അവരവരുടെ കുടിച്ചെന്ന് വെച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇത് മൊറാർജി ദേശായി ദിവസം കുടിച്ചോണ്ടിരുന്ന സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇതങ്ങനെയാണോ? ഇതൊരുമാതിരി ആ ഗ്യാപ്പിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതേ. എന്നിട്ട് പോരാ തന്നെ വീട്ടിൽ ചെന്നിട്ട് ആ കൊച്ചിനോട് ചോദിക്കുന്നതും മാധ്യമം, മാർക്കറ്റ് ചെയ്യുന്നത് മാധ്യമം, കള്ളത്തരങ്ങൾ പറഞ്ഞ് ചുമ്മാ പൊട്ട് കളിപ്പിക്കുന്നത് മാധ്യമം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളെ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണെന്നൊരു സംശയമുണ്ട്. കാരണം ഇത് അടിക്കുമ്പോഴും അടി ഞാൻ പറഞ്ഞില്ലേ, ആമേനെ പ്രണാമം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുവാ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിനൊരു അനലറ്റിക്സ് ഉണ്ടാവും. ഏത് സാധനം ഇടുമ്പോഴാണ് കൂടുതൽ റീച്ച് കയറിയത്, എന്നാൽ അവർ അതങ്ങ് കൂട്ടും. ബാക്കിയുള്ളവർക്ക് മനസ്സിലായല്ലോ ഇതൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അയാൾ പോത്തേ ഉള്ളൂ. പക്ഷെ മറ്റവർ അങ്ങനല്ല, എൻഗേജ് ചെയ്തിരിക്കും, നോക്കിയിരിക്കുന്നവർക്കാണ് ക്യൂരിയോസിറ്റി. അത് ഇതിനകത്ത് വേറൊരു കാര്യം, വളരെ ബ്രൂട്ടലായിട്ടാണെങ്കിലും ഈ ഇപ്പൊ ഞാനൊരു ഡ്രൈവറാണ്. ഓക്കെ, നാളെ എനിക്കും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം ഞാനിതുപോലെ ഈ തിരുവനന്തപുരത്ത് അഴുക്കുചാലിൽ പിന്നെ മരിച്ച ആൾക്ക് ഇല്ലാത്ത, ഈ കാണാതെ പോയ കുഞ്ഞുങ്ങൾക്കില്ലാത്ത, മരിച്ചുപോയ ജിഷയ്ക്ക്, ഷാരിക്ക്, വാളയാറിലെ കുഞ്ഞുങ്ങൾക്ക്, ഇവർക്ക് ആർക്കും ഇല്ലാത്ത, അതേപോലെ പിന്നെ പല പീഡന കേസുകളിലും മരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കില്ലാത്ത പ്രാധാന്യം എങ്ങനെ ഇയാൾക്ക് കിട്ടുന്നത്? മീഡിയ അറ്റൻഷൻ. ഓക്കെ, ചുമ്മാ അറ്റൻഷൻ കൊടുക്കും ഒരിടത്ത്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഡ്രൈവർ ഡ്രൈവർ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു പിന്നെ സംഭവമാണെങ്കിൽ ഡ്രൈവറുടെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഒരു മരണത്തിൽ മാത്രമല്ല, നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും. അത് ശരിയാണ്. ഇത് ഒരു ഡ്രൈവറാണ്. ഇപ്പോൾ ഇയാളുടെ ഒരു വിഷയമാണ്. ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് മണ്ണിടിച്ചിൽ കാരണമായിരിക്കത്തില്ല, അയാൾക്ക് EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടി, ഇയാളുടെ ജീവിതം എല്ലാം വഴിമുട്ടി, അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഗതികളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ മനസ്സ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയും ജീവിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അവസാനം അയാൾ ഈ പറഞ്ഞ പോലെ മരിക്കുവാണെങ്കിൽ ഓക്കെ കേട്ടോ, എല്ലാവരും ഹാപ്പിയാണ്. ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതിന് മുമ്പ് ഇടപെടത്തില്ല. ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ഡ്രൈവർ ഒട്ടും സേഫ് അല്ലാത്ത ഇങ്ങനെയുള്ള സ്ഥലത്ത് വണ്ടി നിർത്തുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അതെ, അത് പക്ഷേ റെഡ് അലേർട്ട് ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, റെഡ് അലേർട്ട് ഉണ്ടായി, ശരി, ഓക്കെ. പക്ഷെ ആ റെഡ് അലേർട്ട് ഉള്ളപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ചെയ്യാൻ ഒരു അതോറിറ്റി അവിടെ നിൽക്കില്ലേ? അതെ, എല്ലാവരും അറിയണം നിർബന്ധമല്ലേ? ഈ വന്ന കാലത്ത് ഇവിടെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ അത് ബ്ലോക്ക് ചെയ്യേണ്ട സാധനം ഉണ്ടാകുന്നു, അത് ചെയ്തിട്ടില്ല. ഇപ്പൊ ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് കയറ് കെട്ടിയിട്ട് ചെറുക്കൻ കയറെ കഴുത്ത് കുരുങ്ങി മരിച്ചു. പോലീസുകാരൻ കെട്ടിയ കയറാ. എവിടെയാണ്? എറണാകുളം കണ്ട പോലീസുകാർ കെട്ടിയത്. അവിടെയൊക്കെ കൊണ്ട് കെട്ടാൻ ഇമാർക്ക് അറിയാം. ആരും മന്ത്രി പോകുന്നെന്നോ ഏണ്ടൊക്കെയാണ് പറഞ്ഞത്. അത് മെയിൻ്റെനൻസ് ആണ്. എന്താണെങ്കിലും അങ്ങനെ കെട്ടാൻ പാടില്ല. അർജുൻ ജീവിച്ചിരുന്നപ്പോ ഈ പറയുന്ന അർജുന്റെ എത്ര പ്രശ്നങ്ങളിൽ ആരെങ്കിലും ഇത്രയും പ്രശ്നങ്ങൾ വഴിയെ പോകുമ്പോൾ മോഷണം പിടിച്ചോറി എല്ലാം നേരിടണം.
പിന്നെ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബെൻസാ ഓടിച്ചോണ്ടിരുന്നത്, അതിന് മൈലേജ് ഇല്ല, അതിന് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നോ എന്ന് ആർക്കറിയാം അല്ലേ? ഓയിൽ ലീക്കിന്റെ കഥ അവൻ ചിലപ്പോൾ ഈ ആത്മാവൊക്കെ ഉണ്ടെങ്കിൽ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടോ, ഓ ഈ പണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നായിരിക്കും ആൾ വിചാരിക്കുന്നത്. ഈ ബെൻസ് ഓടിച്ചുകൊണ്ട് നടക്കുന്നതിലും ലാഭം അതിൽ പിന്നെ വേറെ കമ്പനിയുടെ അണ്ടറിലോ വല്ലതാണ് കുഴപ്പമില്ല. നിങ്ങളെപ്പോലാണെങ്കിൽ ആൾ തീർച്ചയായിട്ടും നിങ്ങളാണ് മരിച്ചു പോകുന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പറഞ്ഞേനെ അല്ലേ ഈ ദുരിതത്തിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആലോചിച്ച് പോകുക ഒരാൾ. നമുക്ക് ഇത്രയും പൈസ മുടക്കി, നമ്മൾ ഇത്രയും പൈസ മുടക്കുക മാത്രമല്ല അതിനോടൊപ്പം അധ്വാനിക്കുകയും കൂടെ ചെയ്താലേ ഇങ്ങനെ പോലുള്ള ആളുകൾക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. മെന്റൽ സ്ട്രെസ് കൂടും. പിന്നെ ഇത്രയും പണി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലെല്ലാം ചിന്തിക്കുന്നത് എന്തോ നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ട് വലിയ ഗുണമില്ലെന്നല്ലേ. അപ്പൊ അയാള് ഈ പറഞ്ഞ അർജുനെ നമ്മൾ മാറ്റി ഇദ്ദേഹത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഓടിക്കുമ്പോൾ ഇയാൾ സ്ട്രെസ്ഡ് ആണ് എപ്പോഴും. ആ സ്ട്രെസ് നാളത്തെ എന്താവും, അല്ലെങ്കിൽ EMI അടയ്ക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാര്യം തന്നെ ഇപ്പൊ ഇൻഷുറൻസ് അടയ്ക്കാൻ പൈസ ഇല്ല, 1,00,000 രൂപ ഇൻഷുറൻസ് അത് അടയ്ക്കാൻ ഇയാളുടെ കാശില്ലെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. കഴിഞ്ഞ മാസം യവന്മാർ 5 ദിവസം പണിക്ക് കയറ്റി കിട്ടും. ഞാൻ അവരെ ശല്യം ചെയ്യാനൊന്നും പോയിട്ടില്ല. 5 ദിവസം പണിക്ക് കയറ്റിയിട്ടത് കാരണം നമ്മളിപ്പം വണ്ടി ഇറങ്ങിയാലും ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ലോഡ് കിട്ടത്തില്ല. നമ്മൾ ഓൾറെഡി കാരണം നമ്മളിവിടെ ലോഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ലോഡ് കയറ്റിയിട്ട് വണ്ടി ഇറങ്ങുമ്പോഴേ നമ്മൾ വിളിച്ച് പറഞ്ഞു നമ്മൾ ഇന്നപ്പം വരും, ഇന്നപ്പം ലോഡ് ഇറങ്ങാം, നമുക്ക് ലോഡ് സെറ്റ് ആക്കിക്കണം നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ഇതനുസരിച്ച് നമ്മൾ പിന്നെ 5 ദിവസം ഡിലേ ആയ പണി പോകും. ഇത് 15-ാം തീയതി കൂടിയാണ് നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാസം ആപ്പാട് 7 പ്രാവശ്യം സർവീസ് ഇടുമ്പോൾ അത്രയും ദിവസത്തെ കോമ്പൻസേഷൻ ആര് കൊടുക്കും? അതിന് അങ്ങോട്ട് വേണമെങ്കിൽ ചെന്നാൽ മതി. ഇതുകൊണ്ടുള്ള നഷ്ടം, മൈലേജ് കൊണ്ടുള്ള നഷ്ടം, പിന്നെ ഇത് കയറ്റി ഇടുന്നതിന്റെ നഷ്ടം, അത്രയും ദിവസം പോകുന്നു. ഒരു ദിവസം എനിക്ക് വണ്ടി കയറ്റി ഇടുമ്പോൾ 25,000 രൂപയാണ് എനിക്ക് നഷ്ടം ഓടാതെ കിടക്കുമ്പോൾ. ഇതേ സമയത്ത് വേറെ കാര്യം കൂടെ മനസ്സിലാക്കുക, ഈ ബെൻസ് എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ ഓടുന്നതിനോടൊപ്പം ടാറ്റയും അശോക് ലൈലാൻഡും ഐഷറും നല്ല വൃത്തിക്ക് ഓടുന്നുണ്ട്. അവർക്ക് ഈ നഷ്ടമില്ല. അത് കറക്റ്റാണ്. കാരണം ഞാൻ ഈ ഐഷർ 12 വീല് ഞാൻ ഓടിച്ചിട്ടുള്ളത് BS4. ഞാൻ എടുത്തിരുന്ന മൈലേജ് 3.7 3.8 ആണ്. ഇത് പരിഹരിക്കാമെങ്കിൽ അല്ലേ നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയി നമുക്ക് രണ്ടും കൂടെ വീഡിയോ ചെയ്യാം. ഭാരത് ബെൻസ് പരിഹരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ച്, ഭാരത് ബെൻസിന് ഒരു ചലഞ്ച്. ഇദ്ദേഹത്തിന്റെ വണ്ടി ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റും. ഒരു വണ്ടി നമ്മൾ 1000 വണ്ടി ഒന്നും ശരിയാക്കണമെന്നല്ലോ. ഒരേ ഒരു വണ്ടി ഇത്ര വലിയ കമ്പനിയല്ലേ, ഒരെണ്ണം ശരിയാക്കാൻ പറ്റും. ഒരെണ്ണത്തിന്റെ ഓയിലേക്ക് മാറ്റി ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര മണിക്കൂർ നഷ്ടപ്പെട്ടതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ തുച്ഛമായ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുമോ? ഈ പറഞ്ഞതൊക്കെ ന്യായമാണോ? അത് കൊടുക്കാൻ പറ്റുമോ? വേണ്ട. അതിനി കൊടുത്തില്ലേലും വേണ്ട. ഇതിനി വരത്തില്ല. ഈ കംപ്ലൈന്റ് വരാത്ത രീതിയിൽ ഇദ്ദേഹത്തിന് മുന്നോട്ട് EMI എല്ലാം വൃത്തിക്ക് അടച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഈ സ്ട്രെസ് ഒന്ന് കുറച്ച് കൊടുത്ത് മാന്യമായി ജീവിക്കുക. മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പണി എടുക്കുന്നത്. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MDMA കച്ചവടമെന്നോ അല്ലെ മറ്റേ എന്തോ കൊട്ടേഷനോ അല്ലെ വല്ല വേറെ പരിപാടികളുണ്ടല്ലോ. അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ജീവിച്ചാൽ പോരാന്നോ. മാന്യമായിട്ട് ജീവിക്കുക ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ മോശമാണ്. എന്റെ ഇപ്പോഴത്തെ റിക്വസ്റ്റ് അവർ വണ്ടി പണിത് തരാന്നുള്ളതാണ്. അല്ല, ഈ സാധനം ഒന്ന് എടുത്തിട്ട് എന്നെ ഇതിനകത്ത് ഒഴിവാക്കി തന്നാൽ മതി. അങ്ങനെ മതി. ഞാൻ മടുത്ത് ഞാൻ മടുത്ത്. ഇത് ഞാൻ പറഞ്ഞ കേസ് കാര്യം കൊടുക്കും കേട്ടോ, അതേ ഉള്ളൂ. അത് നോക്കാതിരിക്കരുത്. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും. കോടതി ഇടപെടുമ്പോൾ അതിൻ്റെ ഉള്ളൂ നോക്കണം. അല്ല എങ്ങനെ, കാരണം എവിടെയെല്ലാം വലിയ കോടികൾ വെച്ച് സമ്മതിച്ചു. എല്ലാ കോടികളുള്ളവരൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെ സർവീസ് സെന്റർ നിങ്ങളുടെ? പിന്നെ ആലുവയിലെ സർവീസ് സെന്ററിനെ പറ്റിയാണ് കേട്ടോ ഈ പറഞ്ഞത്. ഇനി കണ്ണൂരും പണിതിട്ടുണ്ട്. ഉണ്ടല്ലേ, കണ്ണൂരും പണിതിട്ടുണ്ട്. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പൊ സർവീസ് സെന്ററുകാർ, എനിക്ക് ഒരു വണ്ടി എടുത്തിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അവർ ലാസ്റ്റ് പരീക്ഷണത്തിന് വെച്ചേക്കുക. അത് കഴിഞ്ഞാൽ ഞാനും വേറൊരു വണ്ടിയെ പറ്റി പറയുന്നതായിരിക്കും. അതിന്റെ ഒരു വിജിലായിട്ട് കത്തിക്കിടപ്പുണ്ട്. ഇതുവരെ അവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞല്ലേ, അതും കട്ട് ചെയ്ത് കളയല്ലേ. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ഇതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ 20,000 കിലോമീറ്റർ ഓടിച്ചിട്ടും ലൈറ്റ് കത്തി തന്നെ കിടക്കുക. 3 പ്രാവശ്യം പണിക്ക് കയറ്റി. ഇതുവരെ ഒരു അനുഭവം ഇല്ല. തൽക്കാലം ഞാൻ വിട്ടേക്കുക. പക്ഷെ പതുക്കെ ഞാനും തുടങ്ങും ഒരു സൈഡിൽ നിന്ന്. കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഇത് ശരിയാക്കാനുള്ള ഇത് ഇല്ല, ഉദ്ദേശമേ ഇല്ല. അപ്പൊ ശരി, ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. നിങ്ങൾ ഇനി ഇവിടെയൊക്കെ വരുമ്പോൾ വിളിക്കും.